അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ടോട്ടോളജി ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിലെ ഒരു പ്രിമിറ്റീവ് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ മാറ്റിയിട്ട് അവിടെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടും P1. ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെ ആയിരിക്കും? ടോട്ടോളജി തന്നെ ആയിരിക്കും. അതാണ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ. എഴുതി വെക്കണം കേട്ടോ അതൊക്കെ. ദെൻ ക്ലിയർ ആണ്. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ. അടുത്ത ഒരു 2 റൂൾസ് ഉണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ നോക്കിക്കോളൂ. ലെറ്റ് സെയിം പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെറ്റ് P be a compound statement where P is an arbitrary statement that appears in P. ഓക്കെ, ദെൻ അവിടെ P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ടോട്ടോളജി ആയിരിക്കണം എന്നൊന്നും പറയുന്നില്ല. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള P ടോട്ടോളജി ആയിരിക്കണം എന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് P, അതിനകത്തൊരു ആർബിട്രറി സ്റ്റേറ്റ്മെന്റ്, അതായത് പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്മോൾ p. ഓക്കെ, ആൻഡ് അതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. ലെറ്റ് Q be a statement such that Q is equivalent to P. Q എന്ന് പറയുന്നത് ഇവിടെ Pക്ക് ഈക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, Q എന്ന് പറയുന്നത് Pക്ക് ഈക്വലന്റ് ആയിട്ടുള്ള, പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള Pക്ക് ഈക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് Q എന്ന് പറയുന്നത്. ആൻഡ് സപ്പോസ് ദാറ്റ് in P, if we replace one or more occurrence of P by Q, എല്ലാ സ്റ്റേറ്റ്മെന്റിലും പിയിലുള്ള ക്യാപിറ്റൽ പിയിലുള്ള എല്ലാ സ്മോൾ പിനെയും റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നോ രണ്ടോ എത്ര വേണേലും റീപ്ലേസ് ചെയ്യാം. എല്ലാം റീപ്ലേസ് ചെയ്യണം എന്നാണ് നമ്മൾ ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിൽ പറഞ്ഞത്. ഇവിടെ അങ്ങനെ പറയുന്നില്ല. ഒന്നോ രണ്ടോ എത്ര വേണേലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം, ദാറ്റ് യു വിഷ്. അങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ് P1. ഓക്കെ, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് P1. അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് P1 is equivalent to P. എന്താണ് പറയുന്നത്? P1 എന്തിനോട് ഈക്വലന്റ് ആയിരിക്കും? ക്യാപിറ്റൽ Pയോട് ഈക്വലന്റ് ആയിരിക്കും. P1 is equivalent to P. ഇതാണ് രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിൽ പറയുന്നത്. സംഭവം മനസ്സിലായോ? ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂളും ഇതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. കാരണം ഇത് എന്താ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ വർഷത്തെ സിലബസിലൊന്നും ഉണ്ടായിരുന്നില്ല. DCSന്റെ സിലബസിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾസിനെ പറ്റി പറഞ്ഞിരുന്നില്ല. പുതിയ സിലബസ് വന്നപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ എടുത്തു പറയുന്നുണ്ട് സിലബസിൽ. പിന്നെ അതിൻ്റെ എക്സസൈസിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കാണാം. സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാം. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ എന്താണ്? രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോളൂ. P എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിലെ ഒരു ആർബിട്രറി സ്റ്റേറ്റ്മെന്റ് ആണ് സ്മോൾ p, ആൻഡ് ആ സ്മോൾ pക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്മോൾ q. ആൻഡ് നമ്മൾ ആ ക്യാപിറ്റൽ Pയിൽ സ്മോൾ പിയിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കറൻസ്, എവിടെയെങ്കിലും സ്മോൾ p എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്മോൾ pക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ P യൂസ് ചെയ്യുകയാണെങ്കിൽ, സ്മോൾ pക്ക് പകരം സ്മോൾ q നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ സ്ഥലത്ത് മതി, എല്ലായിടത്തും വേണമെന്നില്ല, ഒന്നോ രണ്ടോ സ്ഥലത്ത് നമുക്ക് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന പുതിയ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാം, അതാണ് നല്ലത്. ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. എക്സാമ്പിളിലേക്ക് പോകാം, നോക്കാം. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, P ഇംപ്ലൈസ് P ഓർ Q എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ജസ്റ്റ് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ ഇതിൽ P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഈക്വലൻ്റ് ആയിട്ട്, P എന്ന് പറഞ്ഞ സ്മോൾ p എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ Pനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എളുപ്പത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നെഗേഷൻ ഓഫ് നെഗേഷൻ P യൂസ് ചെയ്യാം. Pനോട് ഈക്വലൻ്റ് ആയിട്ട് നെഗേഷൻ ഓഫ് നെഗേഷൻ P ആണല്ലോ ഉള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് P ഈക്വലൻ്റ് ടു നെഗേഷൻ ഓഫ് നെഗേഷൻ P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രിൻസിപ്പിളിൽ പറഞ്ഞ ക്യാപിറ്റൽ P ആണിത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് സ്മോൾ p, ഇതാണ് സ്മോൾ q. ഓക്കെ,
പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഇത് സ്മോൾ പി, ഇത് സ്മോൾ ക്യൂ, ഇക്വലൻ്റ് ആണ് രണ്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇവിടെ രണ്ട് പികളുണ്ട് അല്ലേ, ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെയും ഒരു പി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പിയിൽ ഏതെങ്കിലും ഒരു പി, വേണമെങ്കിൽ രണ്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ഉപയോഗിച്ചാലും മതി. ഒരു പീനെ നമ്മൾ ഈ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സപ്പോസ് നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഇംപ്ലൈസ്, ഈ ഫസ്റ്റ് പീനെ മാത്രമേ ഞാൻ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ, രണ്ടാമത്തെ പി ഞാൻ അതുപോലെ തന്നെ എഴുതുകയാണ്, പി ഓർ ക്യൂ. ഓക്കെ, ഇപ്പോൾ കിട്ടിയ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് P1. ഇപ്പോൾ കിട്ടിയ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് P1. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം, കാരണം നെഗേഷൻ ഓഫ് നെഗേഷൻ പി ആണ്, എന്ന് വെച്ചാൽ പി തന്നെയാണ്. ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സാക്ട്ലി സെയിം ആണ്. ഇതൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, വലിയ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ കിട്ടിയ P1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനോട് ഈക്വലൻ്റ് ആയിരിക്കും, പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ക്യാപിറ്റൽ P1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഈക്വലൻ്റ് ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്, സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ, സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സപ്പോസ് പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വിചാരിച്ചു. ഇതിൽ ഈ പി ഇംപ്ലൈസ് ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കറസ്പോണ്ടിങ് ഈക്വലൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വേണം. സപ്പോസ് നെഗേഷൻ പി ഓർ ക്യൂ വെച്ച് റീപ്ലേസ് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ വി ഹാവ് എ സ്റ്റേറ്റ്മെൻറ്റ് P1. ആ P1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും, നെഗേഷൻ പി ഓർ ക്യൂ വിച്ച് ഇംപ്ലൈസ് ആർ. ഇത് പുതിയ സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ പി ഈസ് ഈക്വലൻ്റ് ടു P1 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പകരം അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള വേറൊരെണ്ണം ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന പുതിയ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും എന്തായിരിക്കും, ഈക്വലൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇത് എല്ലായിടത്തും റീപ്ലേസ് ചെയ്യുന്നില്ല, ഒരു സ്ഥലത്ത് മാത്രമേ ഒരു സ്ഥലത്ത് മാത്രം റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏതിലുണ്ട്, സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിലുണ്ട്. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ ആണെങ്കിൽ രണ്ട് സ്ഥലത്തും റീപ്ലേസ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലായിടത്തും റീപ്ലേസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റീപ്ലേസ് ചെയ്താൽ മതി എന്നാണ് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിനകത്ത് പറയുന്നത്. ഓക്കെ, ഏകദേശം ക്ലിയർ ആയോ നിങ്ങൾക്ക് സംഭവം? സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ മനസ്സിലായോ? എന്താണ് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂള്? ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്താൽ കിട്ടുന്ന പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഈക്വലൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റൂള് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എല്ലായിടത്തും ഒരു പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന എല്ലായിടത്തും പിക്ക് പകരം റീപ്ലേസ്മെൻറ്റ് കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുത്താലും കിട്ടുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂള്. ഓക്കെ ആണോ? യൂസ് substitution rules to verify each of the following is a tautology. Each of the following is a tautology. Okay, അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പോയാൽ ടോട്ടോളജി ആണ് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടത് ഈ സാധനമാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പി ഇംപ്ലൈസ് ക്യൂ
implies R, P implies Q implies R if and only if if and only if symbol ആണ് കേട്ടോ. if and only if negation P or Q implies R. negation P or Q implies R. ഇതിൻ്റെ കൂടെ മറ്റൊരു സാധനം കൂടെ ചോദിക്കാറുള്ളത് which is if and only if ഇങ്ങനെയും ചോദിക്കാറുണ്ട്. അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്നുമില്ല, ഇതിന് പകരം ഡ്യുവൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. P and negation Q or R. P and negation Q or R. ഇത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും എന്നുവെച്ചാൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പ്രൂവ് ചെയ്താൽ മതി. ഇത് രണ്ടും ആൻഡ് ഇത് രണ്ടും ടോട്ടോളജി ആണെന്ന് പ്രൂവ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ റൂള് യൂസ് ചെയ്തുകൊണ്ട്. ആദ്യത്തെ വേഗം ചെയ്യാം. ഫസ്റ്റ് സൈഡ് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളാണ്. ഇത് കാണുമ്പോൾ വലിയ ലെങ്ത് ഉള്ള പോലെ തോന്നുമെങ്കിലും ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ യൂസ് ചെയ്തിട്ടല്ലേ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ. ഓക്കെ, ദെൻ എന്താ എഴുതേണ്ടത്? വി നോ ദാറ്റ് ഇങ്ങനെ എഴുതി വയ്ക്കുക. ആറുണ്ട് കേട്ടോ. വി നോ ദാറ്റ് P implies Q is equivalent to negation P or Q. നമുക്കറിയാവുന്ന കാര്യമല്ലേ, നമ്മൾ ഇക്വലൻറ്റ് ഫോർമുലയിൽ പഠിച്ചിട്ടുള്ള. P implies Q is equivalent to negation P or Q. Then by second substitution rule, replace P implies Q by negation P or Q. Replace P implies Q by negation P or Q. നമുക്ക് എന്താ കിട്ടുക? പുതിയ സ്റ്റേറ്റ്മെൻറ്റ്. We have a new statement P1 which is negation of P or Q implies R. Negation of P or Q implies R. Then നമ്മുടെ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ദെൻ എന്ത് പറയാൻ പറ്റും നമുക്ക്? P1 is equivalent to P2, P എന്ന് പറയാം അല്ലേ? P1 is equivalent to P എന്ന് പറയാം. സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചത് അതാണ്. നമ്മൾ പഠിച്ചത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് P എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് P എന്ന് പറഞ്ഞൊരു P ഇംപ്ലൈസ് Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള നെഗേഷൻ P or Q എഴുതി കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡിഫറൻസ് ഉണ്ടാവും? നമുക്ക് വിൽ ഗെറ്റ് എ ന്യൂ സ്റ്റേറ്റ്മെൻറ്റ് P1. ആ സ്റ്റേറ്റ്മെൻറ്റ് P1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ആ P1 എന്തിനോട് ഈക്വലൻ്റ് ആയിരിക്കും? Pയോട് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, P1 എന്തിനോട് ഈക്വലൻ്റ് ആയിരിക്കും? Pയോട് ഈക്വലൻ്റ് ആയിരിക്കും. ഇനി നൗ എന്താ എഴുതാം നമുക്ക്? P1 is equivalent to P, then P1 equivalent to P, then P1 if and only if P is a tautology. Is a tautology. Is a tautology. സിമ്പിളായിട്ട് എഴുതാലോ. അപ്പോൾ ദാറ്റ് ഈസ്
എന്ത് പറയാൻ നോക്ക്, P1 ഇംപ്ലൈസ് P അല്ലെങ്കിൽ P ഇംപ്ലൈസ് P1 എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് P ഇംപ്ലൈസ് Q implies R if and only if negation P or Q implies R is a tautology. നമ്മൾ ട്രൂത്ത് ടേബിൾ ഒന്നും വരച്ചില്ല, ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് എഴുതി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ എന്ന് പറഞ്ഞാൽ അതാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ഈക്വലൻ്റ് ആയിരിക്കും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഈക്വലൻ്റ് ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കിട്ടുക, ടോട്ടോളജിയാണ് കിട്ടുക. ഓക്കെ ആണേ, ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കുക, രണ്ടാമത്തെ എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? ഇതേ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ യൂസ് ചെയ്തിട്ട് ഹൗ ക്യാൻ വി പ്രൂവ് ദ സെക്കൻഡ് കേസ്? സെക്കൻഡ് കേസ് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് കേസിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. ഐ വിൽ ടേക്ക് ഹിയർ ലെറ്റ് P is equal to P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇതെടുക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് negation P or Q implies R. Rനെ നമ്മൾ എന്തായിട്ട് എടുത്തു? P ആയിട്ട് എടുത്തു. ഓക്കെ ഓക്കെ ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇവിടുത്തെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ കാണുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തപ്പി പിടിക്കണം. നെഗേഷൻ P ഓർ Qന് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തിരഞ്ഞുപിടിക്കണം. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? ഇതിൻ്റെ ഡിമോർഗൻസ് ലോ ഇതിനോട് ഈക്വലൻ്റ് ആവും അല്ലേ. ഇതിൻ്റെ ഡിമോർഗൻസ് ലോ ഇതിനോട് ഈക്വലൻ്റ് ആവും. ഡിമോർഗൻസ് ലോ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇതിൻ്റെ ഇപ്പോൾ നെഗേഷൻ കൊടുത്തു വിചാരിക്കും. ഇതിന് മൊത്തത്തിൽ നമ്മൾ നെഗേഷൻ കൊടുത്തു വിചാരിക്കും. എന്താ വരും? നെഗേഷൻ ഓഫ് നെഗേഷൻ P or Q എന്ന് വെച്ചാൽ വിച്ച് ഇസ് ഈക്വലൻ്റ് ടു എന്ത് വരും? ഈ നെഗേഷൻ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ P ആൻഡ് നെഗേഷൻ Q എന്ന് കിട്ടൂലേ. ഡിമോർഗൻസ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഈക്വലൻ്റ് ആണ്. അപ്പോൾ നെഗേഷൻ P ഓർ Qന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കൊണ്ടുവരാം ഇവിടെ? ഓക്കെ, നെഗേഷൻ P ഓർ Qന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ഒരു കാര്യം ചെയ്യാം. യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇതിനോട് ഈക്വലൻ്റ് ആയിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലേ? ഈ പിയോട് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം. നെഗേഷൻ ഓഫ് നെഗേഷൻ P ഓർ Q ഓർ R. ഇത് രണ്ടും ഈക്വലൻ്റ് ആണല്ലോ. അതിപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അല്ലേ. P ഇംപ്ലൈസ് ഒരു ഇംപ്ലിക്കേഷൻ നോക്കിക്കേ, കൺഫ്യൂഷൻ ആവരുതിട്ട് എല്ലാം കൂടെ എടുത്തിട്ട് ഇതാ P ഇംപ്ലൈസ് Q ഈസ് ഇംപ്ലൈസ് R എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു? നെഗേഷൻ P ഓർ Q ഇംപ്ലൈസ് R ആണെന്ന് പ്രൂവ് ചെയ്തു. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് അല്ലേ. P ഇംപ്ലൈസ് Q ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ P ഓർ Q നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന ഒരു ഇക്വലൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓക്കെ ഇതാ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഇക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്തു. ഇതേ കാണുന്നതാണ് ഇക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കറക്റ്റാണോ? എന്നുവെച്ചാൽ ഇത് മൊത്തം ഇതെന്ന് വെച്ചാൽ അത് മൊത്തം കേട്ടോ, ഇത് മൊത്തമാണേ, തെറ്റിക്കരുത്. ഇതിപ്പോൾ സപ്പോസ് P ഇംപ്ലൈസ് Q ആണെന്ന് വിചാരിക്കും. ഇത്
ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം ഇവിടെ? നെഗേഷൻ പി ഓർ ക്യൂ എന്ന് കൊടുത്തൂടെ? ആ സാധനമാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇനി എന്ത് കൊടുക്കുന്നത്? ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഏത് സ്റ്റേറ്റ്മെൻറ്റ്? നെഗേഷൻ പി ഓർ ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പി ആൻഡ് നെഗേഷൻ ക്യൂ യൂസ് ചെയ്യും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതും? ബൈ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ, replace negation of negation P or Q by P and negation Q, then P becomes, P എങ്ങനെ മാറും? P ഇങ്ങനെ വരും കേട്ടോ, നോക്കിയോ, P1 ആയിട്ട് മാറും. എന്താണ് P1? പുതിയ P1 എന്താണ് കിട്ടുക ഇവിടെ? P1 will be P and negation Q or R ആയിട്ട് മാറും. P and negation Q or R ആയിട്ട് മാറും. നമുക്ക് എന്ത് പറയാം ഇതിനകത്ത്? Then P1 is equivalent to P2 അല്ലെങ്കിൽ P എന്ന് പറയാം. That is by our what it is called second substitution rule. Okay, ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ then എന്ത് കൊടുക്കാം നമുക്ക്? P1 അല്ലെങ്കിൽ P, if and only if P1 is a tautology എന്ന് എഴുതാം. P, if and only if P1 is a tautology എന്ന് കൊടുക്കാം. That is, എന്താണ് P? നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുള്ള P എന്താണ്? നെഗേഷൻ ഓഫ് നെഗേഷൻ P or Q or R, if and only if negation, sorry, P or P and കേട്ടോ, P and negation Q or R ഇത് ഈക്വലൻ്റ് ആണ്, if and only if ആണ് എന്നാണ്, മീൻസ് ടോട്ടോളജി ആണെന്നാണ് പറയുന്നത്. ഈസ് എ ടോട്ടോളജി. എഴുതിക്കോളൂ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ സെയിം ആണ് കേട്ടോ. എന്താണ്? യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾസ് ടു വെരിഫൈ ദ ഫോളോയിങ് ഈസ് എ ടോട്ടോളജി. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. P or Q and R or negation P or Q and R. ഇതിൽ ഈ സാധനം ടോട്ടോളജി ആണെന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ യൂസ് ചെയ്ത് വെരിഫൈ ചെയ്യാം. അതിനകത്ത് ഇത് ടോട്ടോളജി ആണെന്നുള്ളത്, ഇതിൽ ഈ കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടോട്ടോളജി ആണെന്നാണ് പറയുന്നത്, ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നോക്കിക്കോളൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ചിലപ്പോൾ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളായിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റൂളായിരിക്കും ചെയ്യാൻ പറ്റുക. ഓക്കെ, അടുത്തത് P or Q implies R if and only if നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ചെറിയ വ്യത്യാസമുണ്ട്. if and only if negation R implies negation of P or Q. Negation R implies negation of P or Q. ഇത് രണ്ടും ടോട്ടോളജി ആണ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾസ് യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. ടോട്ടോളജി ആണെന്ന് വെരിഫൈ ചെയ്യാൻ വെറുതെ ട്രൂത്ത് ടേബിൾ വരച്ചാൽ മതി, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾസ് യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വെറുതെ ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് യെസ് ഇറ്റ്സ് എ ടോട്ടോളജി എന്ന് മാത്രം എഴുതി വെക്കരുത്. സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ടോട്ടോളജി ആണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി നോക്കിക്കോളൂ. ഓക്കെ.